ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോഡീസ് വിത്ത് അനു. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ റിയാക്ട് മെറ്റീരിയൽ യുഐന്റെ റേഡിയോ ബട്ടൺ കോമ്പോണന്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റേഡിയോ ബട്ടൺ നമുക്കറിയാലോ, അതായത് നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ടാവും. അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഓപ്ഷൻസ് ആയിരിക്കും. അതായത് അറ്റ് എ ടൈമിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ മാത്രമേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരു ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പോൾ പ്രീവിയസ്ലി സെലക്ട് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ ഡീസെലക്ട് ആവും അല്ലേ. അപ്പൊ നമ്മൾ റിയൽ ടൈം എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ സർവേസിലും രജിസ്ട്രേഷൻ ഫോംസിലൊക്കെ ഇങ്ങനത്തെ റേഡിയോ ബട്ടൺസ് കണ്ടിട്ടുണ്ടാവും അല്ലെ, നിങ്ങൾ യൂസ് ചെയ്തിട്ടും ഉണ്ടാവും. അപ്പൊ എങ്ങനെയാണ് ഈ ലൈബ്രറിയിൽ ഈ ഒരു കോമ്പോണന്റ് യൂസ് ചെയ്യുന്നത്, അതിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉള്ളതാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ആസ് യൂഷ്വൽ എന്റെ കോമ്പോണന്റ് ഫോൾഡറിന്റെ അണ്ടറിൽ MUI റേഡിയോ എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ഫങ്ഷണൽ കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. നെക്സ്റ്റ് നമുക്ക് റേഡിയോ ബട്ടൺ കോമ്പോണന്റ് ഇമ്പോർട്ട് ചെയ്യണം. അതിന് നമ്മൾ ബേസിക്കലി 4 കൺട്രോൾ യൂസ് ചെയ്യണം. അതായത് ഫസ്റ്റ് നമുക്ക് ഫോം കൺട്രോളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോം കൺട്രോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ റേഡിയോ ബട്ടൺ എടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അതിന്റെ സ്ട്രക്ചർ, അതിനൊരു കോമൺ ലേബൽ ഉണ്ടാവും. പിന്നെ ഓരോ ഇൻഡിവിജ്വൽ റേഡിയോ ബട്ടണും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലേബലും ഉണ്ടാവും അല്ലെ. ഈ കോമൺ ലേബലിനെയും ഈ റേഡിയോ ബട്ടൺ ഗ്രൂപ്പിനെയും കൂടെ, അതായത് ഓപ്ഷൻസിനെയും കൂടെ കമ്പൈൻ ചെയ്യുന്ന കൺട്രോൾ ആണ് ഫോം കൺട്രോൾ. പിന്നെ കോമൺ ലേബൽ സ്പെസിഫൈ ചെയ്യാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫോം ലേബൽ യൂസ് ചെയ്യും. പിന്നെ ഫോം കൺട്രോൾ, പിന്നെ റേഡിയോ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമുക്ക് ആ മൾട്ടിപ്പിൾ റേഡിയോ ഗ്രൂപ്പ് ഓപ്ഷനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. അവിടെ നമ്മൾ ചേഞ്ച് ഇവന്റ് ഒക്കെ പ്രീവിയസ് വീഡിയോയിൽ സെലക്ട് ബോക്സിനെ നമ്മൾ ചേഞ്ച് ഇവന്റ് സെറ്റ് ചെയ്ത് കൊടുത്തത് സെലക്ട് കോമ്പോണന്റ് ഇല്ലല്ലേ, അതുപോലെയുള്ള ഗ്രൂപ്പ് കോമ്പോണന്റ് ആണ് റേഡിയോ ഗ്രൂപ്പ് കോമ്പോണന്റ്. പിന്നെ ഓരോ ഇൻഡിവിജ്വൽ റേഡിയോ ബട്ടണെയും സെറ്റ് ചെയ്യാൻ വേണ്ടി റേഡിയോ കോമ്പോണന്റും അതിന് ലേബൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം കൺട്രോൾ ലേബലും യൂസ് ചെയ്യുന്നു. എനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഫസ്റ്റ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ഫോം കൺട്രോൾ കോമ്പോണന്റ് ആണ്. എന്നുവെച്ചാൽ ഈ ഒരു കൺട്രോൾ ആണ് എൻറ്റയർ റേഡിയോ ബട്ടൺ ലേബലിനെയും കൂടെ റാപ്പ് ചെയ്യുന്നത്. ഇതിന്റെ അകത്ത് ഫോം ലേബലില് നമ്മൾ ലേബൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് പേഴ്സൺ പ്രൊഫൈൽ ഫോം ആണെന്ന് വിചാരിച്ചു. അതിലുള്ള റേഡിയോ ബട്ടൺ ആണെങ്കിൽ ഒരു പ്രിഫേർഡ് മോഡ് ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു റേഡിയോ ബട്ടൺ സെറ്റ് ഉണ്ട്. അതായത് നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ ഇമെയിൽ, ഫോൺ, ഏത് ഓപ്ഷൻ യൂസ് ചെയ്തിട്ടാണോ കോണ്ടാക്ട് ചെയ്യേണ്ടത് ആ ഓപ്ഷൻ കൊടുക്കുക. അപ്പൊ ഞാൻ ലേബലായിട്ട് പ്രിഫേർഡ് കോണ്ടാക്ട് മോഡ് എന്നാണ് കൊടുക്കുന്നത്. ലേബലിന്റെ പോർഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ റേഡിയോ ബട്ടൺ ഗ്രൂപ്പ് ഇംപ്ലിമെന്റ് ചെയ്യുക. അതായത് ഈ ഗ്രൂപ്പാണ് എൻറ്റയർ ലേബലിനെ റാപ്പ് ചെയ്യുന്നത്. പിന്നെ ഫോം കൺട്രോൾ ലേബൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഓരോ റേഡിയോ ബട്ടൺ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം. ഇതിൽ മെയിൻ ആയിട്ട് 2 പ്രോപ്പർട്ടീസ് ഉണ്ട്. കൺട്രോൾ പ്രോപ്പർട്ടി, ഈ കൺട്രോൾ പ്രോപ്പർട്ടിയിലാണ് നമുക്ക് ഏത് കൺട്രോൾ ആണോ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് അത് കൊടുക്കേണ്ടത്. അപ്പൊ എനിക്ക് ഇവിടെ കൊടുക്കേണ്ടത് റേഡിയോ ബട്ടൺ ആയതുകൊണ്ട് ഞാൻ റേഡിയോ എന്ന് സെറ്റ് ചെയ്തു. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി അതിന്റെ ലേബൽ ആണ്. അതായത് ഈ കറസ്പോണ്ടിങ് റേഡിയോ ബട്ടന് നേരെ എന്താണോ ലേബൽ സ്പെസിഫൈ വരേണ്ടത് ആ ലേബൽ കൊടുക്കുക. അപ്പൊ എനിക്ക് കോണ്ടാക്ട് മോഡ് ഫസ്റ്റ് ഇമെയിൽ ആയതുകൊണ്ട് ഞാൻ ഇമെയിൽ എന്ന് കൊടുക്കുന്നു. അതേപോലെ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇന്റേണലി അതിന്റെ വാല്യൂ എന്താണോ അത് കൊടുക്കുക. എഗെയിൻ എനിക്ക് ഇമെയിൽ തന്നെ മതി. ഇനി ഞാൻ ഇതിന്റെ കോപ്പി എടുത്തിട്ട് ഒരു ഓപ്ഷനും കൂടെ ക്രിയേറ്റ് ചെയ്യുവാണ്. രണ്ടാമത്തെ കോണ്ടാക്ട് മോഡ് ഞാൻ ഫോണിനാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. മൂന്നാമത്തെ കോണ്ടാക്ട് മോഡ് നമുക്ക് FB കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കോണ്ടാക്ട് മോഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് മെറ്റീരിയൽ യുഐയിൽ നമ്മളൊരു റേഡിയോ ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നത്. ആദ്യം ഒരു ഫോം കൺട്രോൾ, അതാണ് അതാണ് ഇതിന്റെ ലേബലിനെയും റേഡിയോ ബട്ടൺ ഗ്രൂപ്പിനെയും കൂടെ റാപ്പ് ചെയ്യുന്ന കോമ്പോണന്റ്. അതിൽ ഫോം ലേബൽ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താണോ റേഡിയോ ബട്ടണിന് ആ ലേബിൾ സെറ്റ് ചെയ്യുന്നത് അത് കൊടുക്കുക. റേഡിയോ ബട്ടൺ ഗ്രൂപ്പ് ഇംപ്ലിമെന്റ് ചെയ്യുക. ഗ്രൂപ്പിന്റെ അകത്ത് ഫോം കൺട്രോൾ യൂസ് ചെയ്തിട്ടാണ് ലേബലും കൺട്രോളും പിന്നെ അതിന്റെ വാല്യൂം സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഞാൻ app.jsൽ പോയിട്ട് ഈ ഒരു കോമ്പോണന്റ് ഇമ്പോർട്ട് ചെയ്യുവാണ്. ബ്രൗസറിൽ വന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കോമൺ ലേബലും അതുപോലെ ഓരോ സെപ്പറേറ്റ് ആയിട്ടുള്ള റേഡിയോ ബട്ടണും കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. അറ്റ് എ ടൈമിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ.
ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റേറ്റ് പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് സെലക്ട് ചെയ്യുന്ന, അതായത് സെലക്ട് ചെയ്ത വാല്യൂ നമുക്ക് ആക്സസ് ചെയ്യാം. സോ നമ്മൾ ആസ് യൂഷ്വൽ യൂസ് സ്റ്റേറ്റ് ഹുക്കിനെ ഇമ്പോർട്ട് ചെയ്യുന്നു. സ്റ്റേറ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. കോണ്ടാക്ട് മെത്തേഡ് എന്നാണ് ഞാൻ കൊടുക്കുന്നത്. അതുപോലെ സെറ്റ് കോണ്ടാക്ട് മെത്തേഡ് മെത്തേഡ് നെയിം സെറ്റ് ചെയ്ത് കൊടുക്കുന്നു, ഈക്വൽ ടു യൂസ് സ്റ്റേറ്റ് ഹുക്ക്. വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ റേഡിയോ ബട്ടൺ ഗ്രൂപ്പിലാണ് അതിന്റെ ഇവന്റ്സും വാല്യൂസും ഒക്കെ സെറ്റ് ചെയ്യേണ്ടത്. സോ ഞാൻ വാല്യൂ പ്രോപ്പർട്ടി ബട്ടൺ ഗ്രൂപ്പിൽ സെറ്റ് ചെയ്യുവാണ്. നമ്മൾ കോണ്ടാക്ട് മെത്തേഡ് എന്നല്ലേ സ്റ്റേറ്റ് പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ ഓൺ ചേഞ്ച് ഇവന്റ് ഇംപ്ലിമെന്റ് ചെയ്യുവാണ്. ഓൺ ചേഞ്ച് ഇവന്റിൽ ഹാൻഡിൽ ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മെത്തേഡിനെയാണ് കോൾ ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഹാൻഡിൽ ചേഞ്ച് മെത്തേഡിനെ ഇംപ്ലിമെന്റ് ചെയ്യണം അല്ലേ. അതിന്റെ ആർഗ്യുമെന്റ് എന്തായിരിക്കും, ആ ഇവന്റ് ആയിരിക്കും വരുന്നത്. സോ ഇവന്റിൽ നിന്ന് ഇപ്പൊ സെലക്ട് ചെയ്തിരിക്കുന്ന റേഡിയോ ബട്ടൺ ഗ്രൂപ്പിന്റെ വാല്യൂ ആക്സസ് ചെയ്തിട്ട് നമ്മൾ ഈ സ്റ്റേറ്റ് പ്രോപ്പർട്ടിന്റെ വാല്യൂ സെറ്റ് ചെയ്യുന്നു. സോ സെറ്റ് കോണ്ടാക്ട് മെത്തേഡിനെ കോൾ ചെയ്തിട്ട് ഇ ഡോട്ട് ടാർഗറ്റ് ഡോട്ട് വാല്യൂ ആക്സസ് ചെയ്യുന്നു. ഫൈനലി ഞാൻ ഇതിനെ ഒന്ന് ലോഗ് ചെയ്യുവാണ്. കോണ്ടാക്ട് മെത്തേഡിനെ ലോഗ് ചെയ്യുന്നു. അഗൈൻ ഞാൻ ബ്രൗസറിൽ ഒന്ന് റിഫ്രഷ് ചെയ്തു, ഇൻസ്പെക്ട് ചെയ്തു, കൺസോളില് ഫസ്റ്റ് ഇമെയിൽ, നമുക്കൊരു എറർ വന്നിട്ടുണ്ട്, എന്താന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത് നമ്മൾ ഈ ഡിഫാൾട്ട് വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കാത്തതുകൊണ്ടായിരുന്നു കേട്ടോ. കോൾ ചെയ്ത സമയത്ത് ഇവിടെ നമുക്ക് അറ്റ് എ ടൈമിൽ ഒരു വാല്യൂ അല്ലേ വരുള്ളൂ. സോ ഞാൻ അവിടെ ഒരു എംപ്റ്റി സ്ട്രിങ് സെറ്റ് ചെയ്യുവാണ്. ഒന്ന് റിഫ്രഷ് ചെയ്യുന്നു, അഗെയിൻ സെലക്ട് ചെയ്യുന്നു. ഇപ്പൊ ഇമെയിൽ ആയതുകൊണ്ട് ഇമെയിൽ വന്നു. ഞാൻ ഫോൺ എടുക്കുന്ന സമയത്ത് ഫോൺ വന്നു, FB വരുന്ന സമയത്ത് FB വന്നു. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയതുകൊണ്ട് അറ്റ് എ ടൈമിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ മാത്രമേ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഒരു കോളം ഫോമിലല്ലേ. ഇനി സാധാരണ റേഡിയോ ബട്ടൺ നമുക്ക് റോ ഫോർമാറ്റിലല്ലേ വരിക, അതായത് സെയിം റോയിലായിരിക്കുമല്ലോ എല്ലാ ഓപ്ഷനും വരിക. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൽ ബിൽറ്റിൻ ആയിട്ട് റോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അത് ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ബ്രൗസറിൽ വന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇപ്പൊ റോയിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ കണ്ട ഓപ്ഷൻസ് ഇല്ലേ, അതായത് കളർ, സൈസ്, ഡിസേബിൾഡ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്, അതെല്ലാം ചെയ്യാം. അതെല്ലാം നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ റേഡിയോ ബട്ടണും സെറ്റ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് റേഡിയോ ബട്ടൺ ഒരു കളർ സെറ്റ് ചെയ്യുവാണ്. കളർ സെക്കൻഡറി ആണ് കൊടുക്കുന്നത്. അതേപോലെ ബൈ ഡിഫാൾട്ട് ആയിട്ട് ഇതിന്റെ സൈസ് മീഡിയം ആട്ടോ. ഞാൻ സൈസ് സ്മോളിലേക്ക് മാറ്റുന്നു. റിഫ്രഷ് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇതിന്റെ ആ ഒരു കളറ് കളർ പാലറ്റിലെ സെക്കൻഡറി കളറിലേക്ക് മാറിയിട്ടുണ്ട്. ബാക്കിയുള്ള ഓപ്ഷൻസിനൊക്കെ ഡീഫാൾട്ട് ആയിട്ട് വരുന്ന പ്രൈമറി കളറാണ് ഉള്ളത്. അപ്പൊ ഇതൊക്കെയാണ് റേഡിയോ ബട്ടൺ കോമ്പോണന്റിന്റെ ഇംപ്ലിമെന്റേഷനും അതിന്റെ മെയിൻ പ്രോപ്പർട്ടീസും. ഈ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടും കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. റിയാക്ടിൽ ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക്